എന്താണ് കരിയറും ജോബും തമ്മിലുള്ള വ്യത്യാസം? ഹായ്, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ ജാസ്ര ബേബി. കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് ട്രെയിനിങ് മേഖലയിൽ ഹീലിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ആണ് എൻ്റെ കരിയർ മുന്നോട്ട് പോണത്. ഇന്ന് നമ്മളിവിടെ കൂടിയത് കരിയറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കരിയറും ജോബും തമ്മിലുള്ള വ്യത്യാസം? ജോബ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുക ഷോർട്ട് ടേമിലേക്കാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ കരിയറിൽ കാണുക, ജോബിൽ കാണുക. ഇത് കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ലോങ് ടേമിലേക്കാണ് നമ്മൾ കാണുക. അപ്പൊ എന്താണ് അതിന്റെ മാറ്റം? ഒരു പ്രോവർബ് ഉണ്ട്, പഴഞ്ചൊല്ല്, പാടത്ത് പണി വരമ്പത്ത് കൂലി. കേട്ടിട്ടുണ്ടോ? നാട്ടിലൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ വളപ്പളെ കേൾക്കും. അതൊക്കെ മൊബൈലിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോ അതൊന്നും കേൾക്കൂല. നമ്മൾ ഇന്ന് പണിയെടുത്താൽ ഇന്ന് നമുക്ക് ജോലി, അതിന്റെ സാലറി അല്ലെങ്കിൽ എന്താണോ റെമ്യൂണറേഷൻ എന്നുള്ള കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അതിനാണ് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയാം. ഇന്നൊരു പണി എടുത്താൽ ഇപ്പൊ ഒരു ടീച്ചർ, ഡെയിലി വേജ് ടീച്ചർ ആണെങ്കിൽ അവർ അന്ന് പോയി ജോലി ചെയ്താൽ അവർക്ക് അതിന്റെ ഇൻകം ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിപ്പോ എത്ര പഠിച്ചിട്ടാണെങ്കിൽ നമ്മളൊരു ഓഫീസിലാണ് ജോലി ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദിവസങ്ങൾക്കുള്ള സാലറി അവരവിടെ തരും. ഇതിനെയാണ് ജോബ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ഫാക്കൽറ്റിക്ക് 1000 രൂപ പെർ ഡേ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഡെയിലി വേജ് 1000 മേലെ ഉണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ഇന്ന് ജോലിക്ക് പോയാൽ 1000 രൂപ അവർക്ക് ഇന്ന് കിട്ടും. നാളെ പോയാൽ കിട്ടും, മറ്റന്നാൾ പോയില്ലെങ്കിൽ കിട്ടൂല. അതിന്റെ പിറ്റേന്ന് പോയാൽ അവിടെ അവർക്ക് എന്തുണ്ട്? ജോലി ഉണ്ട്, വേറെ എംപ്ലോയീസ്. അല്ലെങ്കിൽ ഇനി ഒരു കമ്പനിയിലാണെങ്കിലും അവർ പഠിച്ചതിനുള്ളത് അപ്പൊ അവർക്ക് കിട്ടും. കരിയർ സെറ്റ് ആണത് അങ്ങനെയല്ല. കരിയർ സെറ്റ് ആവുമ്പോ മേ ബി അവിടെ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കുറവായിരിക്കും, കിട്ടുന്ന റെമ്യൂണറേഷന്. അത് അവര് കൺസേൺ അല്ല. കരിയർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിൽ കൺസേൺ ആവില്ല. അവര് 1000 രൂപ ഒരു മാസത്തിൽ, ഇവിടെ ഒരാൾക്ക് ഒരു ദിവസം, ഒരു എക്സാമ്പിൾ ആണ്, ഇവിടെ പിന്നെ പെർ ഡേ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്ത അയാൾക്ക് 1000 രൂപ കിട്ടുന്ന വെച്ചെങ്കിൽ കരിയർ സെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ചിലപ്പോൾ 100 രൂപ അതിൽ കുറവൊക്കെ ആയിരിക്കാം മേ ബി കിട്ടുക. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നിങ്ങളിപ്പോ നിങ്ങളുടേതായ ഒരു ഫീൽഡ്, നിങ്ങൾ ഡ്രീം ചെയ്യണ ഒരു ഫീൽഡിൽ നിങ്ങൾ എത്തി. ഇപ്പൊ ഒരു ആസ് എ ടീച്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾ പഠിച്ചു, ഒരു 2 വർഷം 3 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പിന്നെ 1000 വെച്ചിട്ട് 26 ദിവസത്തെ വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ മന്ത്ലി സാലറി ഉണ്ട്. ഇവിടെ നിങ്ങളോട് പറയണു ഒരു 4000 അല്ലെങ്കിൽ ഒരു 5000 രൂപയാണ് നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുക. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? 25,000? എല്ലാവരും 25,000? അല്ലൊന്ന് കൈ വെക്കി. 25,000 ചൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറൂലേ? പറയാൻ പറഞ്ഞ ആരൊക്കെ ഇതാ ചൂസ് ചെയ്യാന്ന്. ഇപ്പൊ കൈ പോക്കാൻ ആരുമില്ല. എന്നാ ഇത് ചൂസ് ചെയ്യുന്ന ആളൊന്ന് കൈ പൊക്കിയ. 500 രൂപ അല്ലെങ്കിൽ 5000 രൂപ അല്ലെ? ആരുമില്ലേ? രണ്ടിനും ഇല്ലേ? രണ്ടും വേണ്ടേ? ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ ഇവിടെ കുറവായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നിങ്ങളെ ബിൽഡ് ചെയ്യാന്, നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താന്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീൻസ്ഡ് ആയിട്ടുള്ള ടൈമിൽ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ 5000 ഇപ്പോഴാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ ദ 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 lakhലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും, ഓർ എബവ്. കരിയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ. നിങ്ങൾ ജോബാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 25,000 ടു ഒരു 30, മാക്സിമം പോയ 35. അവിടെ നിങ്ങൾ സ്റ്റക്ക് ആവും. സ്ലോലി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഏത് ഓഫീസിൽ പോയാലും 5% സാലറിയുടെ 5% ഓർ 7% ആണ് ഇൻക്രിമെന്റ് ഉണ്ടാക്കുക പെർ ആനം. ഇതിന്റെ 5% നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര ഉണ്ടാവും? ഇവിടെ 25,000 ആണെങ്കിൽ ഒരു വർഷം 1250 രൂപയാണ് നിങ്ങളുടെ ഇൻക്രിമെന്റ് ഉണ്ടാവുക.
പിന്നത്തെ വർഷം ആ 5%, പിന്നത്തെ വർഷം ആ 5%. അല്ലെങ്കിൽ എങ്ങനെ ഏറി വന്നാൽ നിങ്ങൾക്കൊരു 35 ഒക്കെ ആകുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ റിട്ടയർ ആയാനായി. പിന്നെ റിട്ടയർമെന്റിന്റെ സമയത്ത് നേരെ പകുതിയാണ് പെൻഷൻ വരിക. ഒരു 35,000 അല്ലെങ്കിൽ ഒരു 40,000 സാലറി ഉള്ള ഒരാളാണെങ്കിൽ റിട്ടയർമെന്റിന്റെ സമയത്ത് റിട്ടയർ ആയതിന് അവരുടെ പെൻഷൻ എന്ന് പറയുന്നത് 20,000. അവിടുന്ന് അവർക്ക് വീണ്ടും കയറും, ഇൻക്രിമെന്റ് ഉണ്ടാവും ഈ പറഞ്ഞ ഇതിനനുസരിച്ച്. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആളുടെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ ചിലപ്പോൾ 100 രൂപ കിട്ടുമ്പോൾ ഇവിടെ 1000 കിട്ടും. ഇതിലേക്ക് ഇവിടെയാണ് നമ്മൾ മിസ്ലീഡ് ചെയ്ത് പോണത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആള് ചെയ്യണ കുറച്ച് ജോലികൾ ഉണ്ടാവും, അത് മാത്രമേ അവർ ചെയ്യുള്ളൂ, അവർക്ക് ചെയ്യാനും ഉണ്ടാവുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആള് 100 രൂപയ്ക്കാണ് ഇരിക്കണെങ്കിലും അതിന്റെ ഇരട്ടി പണി ഉണ്ടാവും. അവിടെയാണ് ഇവിടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണണം. നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ കിട്ടുന്ന മറ്റുള്ള ഗ്രോത്തും നമ്മുടെ പൊസിഷൻസ് അത് തന്നെ മാറും. ഇവിടെയാണ് കരിയറിന്റെ. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഴ്സ് ആവട്ടെ, നിങ്ങളുടെ പിന്നെ ഒരു ജോബ് കരിയർ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജോബ് വേണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കിട്ടുന്നതല്ല നിങ്ങൾ നോക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതിനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ്. നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് ഫേമിനെയാണോ, അത് ഗവൺമെന്റ് സെക്ടർ ആണെങ്കിലും പിന്നെ പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും അവിടെ നമുക്ക് ഗ്രോത്ത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവോ, ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു കാര്യം മാത്രമല്ല, സാലറി മാത്രമല്ല, ഇത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ബിസോഫ്റ്റ് നമ്മുടെ ബിലേന്റെ മദർ കമ്പനി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബിസോഫ്റ്റ്. 2000 സ്റ്റാർട്ട് ചെയ്തതാ. കഴിഞ്ഞ 26 വർഷമായിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ തന്നെ കോഴ്സ് കഴിഞ്ഞ് പോണ കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കോഴ്സ് കഴിഞ്ഞ് അവരെ പ്ലേസ് ചെയ്യുക, അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കും. ഏതെങ്കിലും ഒരു MNC കമ്പനികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ഷൻ കമ്പനി ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 years നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാവും. 2 years കഴിഞ്ഞ് നിങ്ങൾ ആ കമ്പനി റിസൈൻ ചെയ്യണം. രണ്ടാമത് നമ്മൾ വേറെ അവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കും വേറെ കമ്പനിയിൽ. അവിടെ ഫസ്റ്റിൽ നമ്മൾ ഒരു ബേസിക് കോഴ്സായ CCNA എന്ന് പറഞ്ഞ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു കോഴ്സ് ഉണ്ട്. ഇതിന്റെ ബേസിക് സാലറി, അതായത് സ്റ്റാർട്ടിങ്ങിലെ ബേസിക് സാലറി 20,000 ആണെങ്കിൽ 20 to 40 ആണ് കമ്പനി നമ്മൾക്ക് ഇത്ര ഇതിൽ കിട്ടുക. ഈ ആള് 2 വർഷം കൊണ്ട് 40,000 ആണെങ്കിൽ 2 വർഷം കൊണ്ട് അയാളുടെ ഇൻക്രിമെന്റ് ഏറി വന്നാൽ ഒരു 45,000, 40 കിട്ടിയ ആളാണെങ്കിൽ തന്നെ ഒരു 45,000 ഒക്കെ ആയിരിക്കും അയാളുടെ സാലറി. പിന്നെ 3-ാമത്തെ വർഷം അയാൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 5% or 7% ആണ് ഒരു ആവറേജ് ഇൻക്രിമെന്റ് സാലറി ഉണ്ടാവും എല്ലാ ഫേമിലും. 45%, പിന്നെ 45ന്റെ 7% or 5% ആണ് അയാൾക്ക് ഇൻക്രിമെന്റ് ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ അവരോട് പറയുന്നത്, ആഫ്റ്റർ ദ 2 years നിങ്ങൾ കമ്പൽസറി നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യണമെന്നും വേറെ കമ്പനിയിലേക്ക് പോകണമെന്നും. വേറെ കമ്പനിയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് കിട്ടിയ 2 years എക്സ്പീരിയൻസ് ആണ് ആള്. ഓൾറെഡി ആ എക്സ്പീരിയൻസ് അതേ കമ്പനിയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ആൾക്കാർ ഇൻക്രിമെന്റ് കിട്ടില്ല. ദെൻ ആളുടെ സാലറി നേരെ 80 to 1 lakhലേക്കാണ് ആ സാലറി പാക്കേജ് പോണത്. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണോ ഒരു കോഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അതിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജോബും കരിയറും തമ്മിൽ ഡിഫറൻസ്. ഇപ്പൊ ഇപ്പൊ ഞാനൊക്കെ ലൈഫിൽ വരുമ്പോ നിങ്ങൾക്ക് അഭിഷേക് ഗുരുവായൂരിനെ അറിയോ? കണ്ടില്ലേ അഭിഷേക് ഗുരുവായൂർ ഇരുന്നാള്? അഭിഷേക് ഗുരുവായൂരിന്റെ ഇന്നത്തെ റേറ്റ് എത്രയാ അറിയോ? ഒരു സെഷൻ, ഇതേപോലെ ഒരു സെഷൻ എടുക്കാന് ഒരു ഹാഫ് ഡേ സെഷൻ ആള് വാങ്ങുന്നത് 4 lakh ആണ്. ഹാഫ് ഡേ ഇടാം, രാവിലെ തൊട്ട് ഉച്ച വരെ സെഷൻ എടുക്കാനും കരിയർ ഗൈഡൻസിലെ ഗുരുവാണ്. 4 lakh ആണ്. അദ്ദേഹം പറയാറുണ്ട് അതിന്റെ മുമ്പ് 750-ലധികം സ്റ്റേജുകളിൽ ഫ്രീ ആയിട്ട് സെഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പൈസയും വാങ്ങാതെ. അന്ന് ആളെ വിളിക്കാൻ ആളില്ലായിരുന്നു. ആൾ അങ്ങോട്ട് കയറി ചെന്ന് ഞാൻ സെഷൻ എടുക്കട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആള് ചെയ്തത്. അന്ന് അയാൾക്ക് വണ്ടിക്കൂലി പോലും കിട്ടാത്ത സമയമായിരുന്നു എന്നാ പറയാം.
അങ്ങനെ 750ഓളം സെഷൻ അയാൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തിട്ടാണ് ആ പൈസയും കൂടി കൂട്ടി ഇന്ന് അയാള് ഹാഫ് ഡേ സെഷന് 4 ലക്ഷം വരെ ചാർജ് ചെയ്യണത്. ഇതാണ് ആള് ചൂസ് ചെയ്ത കരിയർ. അപ്പൊ എന്താ ഇവിടെ ആള് 750ഓളം സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുമ്പോൾ ആളുടെ കരിയർ ബിൽഡ് ചെയ്യാനാണ് ആള് നോക്കിയത്. അത്രയും ആളുകളിലേക്ക് അയാൾ റീച്ച് ചെയ്തു, അയാളുടെ നോളജ് പാസ് ചെയ്തു. അതിൽ എന്തൊക്കെയോ വാല്യൂ ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് മറ്റുള്ളവർ എന്ത് ചെയ്തു, പിന്നീട് 4 ലക്ഷം ഇതിട്ടു. ഒരിക്കലും പിക്കാസോനെ കേട്ടിട്ടുണ്ടോ? പിക്കാസോ എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും നല്ല ചിത്രകാരനായിരുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ ചെന്നിട്ട് അവരോട് അവരുടെ ഒരു ഫോട്ടോ വരക്കാൻ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ മാളിലൊക്കെ ചെല്ലുമ്പോ അവിടെ ഇരുന്നിട്ട് നമ്മളുടെ ഫോട്ടോ വരച്ച് തരുന്ന ഒരാളെ ഉണ്ടാവാറില്ല. ഒരുവിധം എല്ലാ മാളിലും സ്ട്രീറ്റിലും ബീച്ചിലൊക്കെ ചെന്നാലുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്ത് ഇയാൾ ഇരിക്കണ കണ്ടപ്പോ ഒരു ലേഡി ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പിക്ചർ, എൻ്റെ ഒരു ഫോട്ടോ. ആളപ്പം തന്നെ നോക്കി ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ആളാ ഫോട്ടോ വരച്ചു കൊടുത്തു. അപ്പൊ എത്ര എന്ന് ചോദിച്ചപ്പോ ആള് അത്യാവശ്യം കുറച്ച് 100 പൗണ്ട് അങ്ങനെ എന്തോ റേറ്റും പറഞ്ഞു. അപ്പൊ ആ ലേഡി കേട്ടിട്ടുണ്ടല്ലേ, ആ ലേഡി ചോദിച്ചാ എന്താ ഇത്രയും സമയത്ത് ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങള് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നമ്മള് കാണുന്നത് എന്താ ലാസ്റ്റില്. അതിന്റെ എത്രയോ കാലത്ത് ഇഫേർട്ട് ആയിരുന്നു അയാൾക്ക്, ആ ഒരു എക്സ്പീരിയൻസ് ആണ് അയാളെ കൊണ്ട് ചെയ്യിച്ചത്. ഇതേപോലെയാണ് ഇവിടെ. ഇത് ഇയാളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഇയാളെ ഇവിടെ കൊണ്ട് ഇത് ആളുകള് പേ ചെയ്യാൻ റെഡി ആയത് അല്ലേ. ഇവിടെയാണ് കരിയർ ഇരിക്കുന്നത്. നിങ്ങൾ എന്തിനെ ഡിമാൻഡ് ചെയ്യണോ? ഞാൻ ഇവിടെ നമ്മളിവിടുന്ന് അക്കൗണ്ട്സിൽ ഒരാള് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഒരാളെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരുന്നു ഒരു സ്ഥലത്ത്. ആളുടെ സാലറി 10-12 എന്നാണ് പറഞ്ഞത്. 10 രൂപയാണ് കമ്പനി അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഇഷ്യൂ കാരണം ആൾ അവിടുന്ന് ജോലി കമ്പനി അയാളെ എന്തോ ഒരു ഇതിൽ പോയി. പകരം അതേ പോസ്റ്റിലേക്ക് വന്ന ഒരാൾക്ക് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാലറി 40,000 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഒരേ കമ്പനിയില് 10,000-ന് ആളെ പ്ലേസ് ചെയ്തു. ആള് ഒരു 4-5 ദിവസമേ പോയിട്ടുള്ളൂ. അന്ന് അയാള് 12,000 രൂപ ചോദിച്ചപ്പോ കമ്പനി ആഫ്റ്റർ ദ 3 മന്ത് ഞങ്ങൾ അത് നോക്കാം എന്ന് പറഞ്ഞു. 3 മന്ത് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ്, ആഫ്റ്റർ ദ 3 മന്ത് നിങ്ങൾക്ക് 12 ആക്കി തരണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്തോ കാരണം കൊണ്ട് അവിടെ പിന്നീട് പോകാൻ പറ്റാതിരിക്കുക എന്തോ ആയിട്ട് ആ സ്ഥാനത്തേക്ക് വിത്തിൻ 1 മന്ത് പുതിയ ഒരാൾ അവിടെ പ്ലേസ് ചെയ്തു. 40,000 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷന്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്തായാലും ഒരു 10,000 ഇവിടെ വരും. ആളുടെ ടോട്ടൽ സാലറി നോക്കുകയാണെങ്കിൽ 50,000 വിത്തിൻ 1 മന്ത്. ഒരേ പോസ്റ്റ് ഒരേത്. കാരണം എന്തായിരുന്നു? ഇപ്പൊ ഇവിടെ നടന്നൊരു സംഭവം ഒരു 2 മാസത്തിന്റെ ഉള്ളില്. എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഗാർമെന്റ്സ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഇവിടെ വന്ന ആള് കിറ്റക്സിലും പോപ്പീസിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കിറ്റക്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വർക്ക് ചെയ്ത ആളുടെ എക്സ്പീരിയൻസിനാണ് കൊടുത്തത്. അയാൾ അതിന്റെ ഒപ്പം തന്നെ അവിടെ എന്ത് ചെയ്തു, കരിയറും കൂടെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു. എത്രയോ ടൈലർമാർ. അപ്പൊ ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോ അവര് കിറ്റക്സിൽ ആദ്യം ഒരു ടൈലറായിട്ട് പോയതാ. കട്ടിങ്ങൊന്നുമില്ല, സ്റ്റിച്ചിങ്ങും മാത്രം, മെഷീൻ സ്റ്റിച്ചിങ് മാത്രം ചെയ്ത് കിറ്റക്സ് നിന്നാണ് ആള് പഠനം +2 കഴിഞ്ഞ് പോയതാണ് പറഞ്ഞു. കിറ്റക്സ് നിന്നാണ് സ്റ്റിച്ചിങ് പഠിക്കണമായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു മെഷീനിൽ സ്റ്റിച്ചിങ്. ആ സ്ഥാനത്തേക്ക് ഇന്ന് അയാൾ പ്രൊഡക്ഷൻ മാനേജറായി കുറച്ചു കാലം കൊണ്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ട് കയറി. ഇവിടെ അയാൾക്ക് ഇത്രയും കൊടുക്കാനും റെഡി ചെയ്ത്. അപ്പൊ എന്താ, ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊടുത്ത അതേ സാധനം ഇയാൾക്ക് കൊടുക്കാതെ ഇവിടെ കൊടുത്തതും കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ല. നമ്മള് ഒരു ഇതിൽ ജോലി ചെയ്യുമ്പോ അവർക്ക് നമ്മളിൽ നിന്ന് എന്ത് കിട്ടണു അതിനനുസരിച്ചാവും അവര് പേ ചെയ്യാം. നമ്മൾ ഇതിൽ കൂടുതൽ കൊടുത്താൽ അവർ നമുക്ക് ഇതിലും കൂടുതൽ തരാൻ റെഡി ആവും. ഓക്കെ. കഴിഞ്ഞ വർഷം IT കമ്പനികളിൽ നിന്ന് 4,60,000 ബാംഗ്ലൂരിൽ നിന്ന് ലേ ഓഫ് ചെയ്തു. എന്താ ലേ ഓഫ് ചെയ്യാറ്? പിരിച്ചു വിട്ടു. അതിന് കമ്പനി പറഞ്ഞ റീസൺ എന്താ വെച്ചാൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. പല കമ്പനി ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. കമ്പനി ആളുകളെ പിരിച്ചു വിടില്ലാണ്ട് അല്ലാതെ കമ്പനിക്ക് പിടിച്ചു നിൽക്കാനില്ല. അതേ കമ്പനികൾ അതേ ബാംഗ്ലൂർ സിറ്റിയിൽ അബൌട്ട് 2,000-ഓളം സ്റ്റുഡൻസിനെ നമ്മൾക്ക് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റി ബിസോഫ്റ്റിന്.
അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? ഞാൻ ഈ പറഞ്ഞ സിനാരിയോ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവര് നമുക്ക് 10,000 രൂപ തരുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അവർ 10 ലക്ഷം ഉണ്ടാക്കാൻ നോക്കും. ആ ഔട്ട്പുട്ട് നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനി നമ്മളവിടെ പിടിച്ചു നിർത്തും. അവർ കാണുന്നില്ലല്ലോ, നമ്മൾ അറിയണില്ലല്ലോ. ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ ഓൾ അവർ അതിന്റെ റിസൾട്ട് ഫൈനലൈസ് ചെയ്യും. റിസൾട്ടിൽ മാറ്റമില്ല എന്ന് വെച്ചെങ്കിൽ കമ്പനിക്ക് അവരോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ബിസിനസ് അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാ. അവിടെ മക്കളാണെങ്കിലും പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിലും അവിടെ ഒരിക്കൽ ഒരു 10 വർഷം വർക്ക് ചെയ്ത ആളാണെന്ന് വെച്ചെങ്കിൽ കമ്പനിക്ക് ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല. കമ്പനിയെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോണ കമ്പനിയാണെങ്കിൽ. അല്ലാത്ത കമ്പനി പൂട്ടിക്കെട്ടി കുത്തുപാള എടുക്കുകയും ചെയ്യും. അസീം വിപ്രോ കേട്ടിട്ടുണ്ടോ? ഒരു ബ്രാൻഡ്. അയാൾ ചെയ്ത ഒരുപാട് കമ്പനികളെ ഞാൻ കാണിച്ചു തന്നു. ഇപ്പൊ കുറച്ചെണ്ണം ഇവിടെ കാണിച്ചു തന്നു. ഒരുവിധം ടാറ്റയെ പോലെ തന്നെ ഒരുവിധം എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റും അദ്ദേഹത്തിനാണ്. വിപ്രോ എന്ന പേര്. നിങ്ങൾ ഇനി കിട്ടുമ്പോൾ ഫാൻസിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ ഉണ്ട് വിപ്രോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ഏതൊക്കെ മേഖലയിലാണ് വിപ്രോ ഉള്ളത് എന്ന്. ഈ വിപ്രോ ഇവർക്ക് ഒരു മകനുണ്ട്, അസീം പ്രേംജിക്ക്. എന്താ സലീം പ്രേംജി എന്നെന്തോ പറഞ്ഞിട്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിന്ന് MBA കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു 2008-7 ആ ഒരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞത്. അന്ന് ആളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആള് പറയുന്നുണ്ട് സ്വന്തം കമ്പനിയിൽ ആൾക്ക് എൻട്രി ചെയ്യാൻ 12 പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു എന്ന്. അത് ലോകത്തിലെ ഏറ്റവും നല്ല ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പില് 11 പ്രാവശ്യം അയാളെ റിജക്ട് ചെയ്തു ഇന്റർവ്യൂ ബോർഡ്. സ്വന്തം വാപ്പാന്റെ കമ്പനി കയറാൻ, വേറെ എവിടെയല്ല. 12 പ്രാവശ്യം നോർമൽ ഒരു ഇന്റർവ്യൂവിന് പോണ പോലെ ചെന്നു, ഇന്റർവ്യൂ ബോർഡിൽ ചെന്ന് അറ്റൻഡ് ചെയ്തു. 11 പ്രാവശ്യം അദ്ദേഹത്തെ ആ വിപ്രോന്ന് റിജക്ട് ചെയ്തു. 12ാമത്തെ ഇന്റർവ്യൂവിൽ അയാൾ ഒരു മാനേജർ ആയിട്ടാണ് അവിടെ പോസ്റ്റിൽ കയറിയത്. ഇന്ന് അതിന്റെ തലപ്പത്തിരുന്ന് ആളുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫാദർ മകന് എന്നൊന്നും അവിടെ ഒരു റിലേഷൻഷിപ്പിനും ഇല്ല. സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. സാധാരണ മറ്റുള്ള മാനേജേഴ്സിന് കിട്ടുന്ന അതേ പരിഗണന മാത്രം എനിക്ക് അവിടെ നിൽക്കുന്നത്. ഇന്നും ഈ കമ്പനി ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ആ ഒരു സ്ട്രാറ്റജി. മകന്റെ അടുത്ത് നിന്ന് എത്രത്തോളം കമ്പനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞാൽ മാത്രം അതിന് ആപ്റ്റായിട്ടുള്ള പോസ്റ്റിൽ മാത്രമാണ് അവര് ഇതേപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുക. അതുകൊണ്ടാണ് കമ്പനി നിലനിൽക്കുള്ളൂ. എൻ്റെ മോന് വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മോന് എന്നെ പൊസിഷൻ കിട്ടട്ടെ, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കിട്ടെ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടിന്റെ മോനാണ്, ഇങ്ങനെ എടുക്കുന്ന കമ്പനിയാണോ എപ്പം പൂട്ട് വീണെന്ന് ചോദിച്ചാൽ മതി. വേസ്റ്റാ. അപ്പൊ നമ്മൾക്ക് കരിയർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ എടുത്ത് നമ്മൾക്ക് കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഈഗോക്ക് സ്ഥാനമില്ല. മറ്റുള്ളത് ഈഗോ ഉണ്ടെങ്കിൽ ഒരു ഇതും ഉണ്ടാവില്ല. അസീം പ്രേംജിയുടെ മോന്റെ ഇന്റർവ്യൂല് വേറെ എനിക്ക് കമ്പനിന്റെ അതിന് വരെ അബ്ബാന്ന് വിളിക്കാനേ പെർമിഷനുള്ളൂ. കമ്പനിന്റെ ഉള്ളിൽ കയറി സാറിന് വിളിക്കണമെന്ന്. അത്രയും സ്ട്രിക്റ്റില്ല. ഇന്ന് അവര് നല്ല കൂട്ടുമാണ്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളും കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും, മറ്റുള്ളവർക്ക് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ ദ ഒരു കരിയറിൽ എത്തി കഴിയുമ്പോൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതേപോലെ കുറെ റിലേറ്റീവ്സും ഫ്രണ്ട്സും നാട്ടാരും വീട്ടുകാരും ഒക്കെ. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ ഈ കമ്പനി എങ്ങനെ ഉണ്ടാവും? കുത്തുപാളെടുക്കും. അതേ സമയത്ത് ജോബാണ് നിങ്ങൾ ചെയ്യണതെങ്കിൽ, ഒരു ജോബാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവിടെ എന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. എന്തുണ്ടാവും? സസ്റ്റെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റും. എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രോത്ത് ഒന്നുമില്ല. ഈ 1000 രൂപ സാലറി കിട്ടുന്ന ഒരാള് കളക്കല്ലുമ്പോൾ 1000 തൊട്ട് 15,000 വരെ സാലറിയിൽ നിൽക്കും. മനസ്സിലായോ ജോബ് എന്താണെന്ന്? പക്ഷെ അതേ സമയത്ത് ഇവിടെ എന്തായിരുന്നു? കുറച്ച് ഷോർട്ട് പീരീഡാ, 4-5 വർഷത്തെ ടൈമേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഒന്നും ഇല്ലാതെ ജോലി ചെയ്തപ്പോ ഒരു 4 വർഷം കൊണ്ട് ആള് ഇവിടെ എത്തി. അതിന്റെ ആ ഒരു ഡിഫറൻസുകളൊന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിൾ എപ്പോഴും ഇവിടെ നടന്നു. ഇപ്പോഴും അവർ വർക്ക് ചെയ്യുക ആ 15,000 രൂപ സാലറിക്ക് വേണ്ടിയിട്ട്. ഇതാണ് ജോബ്. ഇതേ ഫീൽഡ് ടീച്ചേഴ്സ് ഫീൽഡിലും ഉണ്ട്. നിങ്ങൾ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെടുത്ത് പറയാം. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്കൂളിലേക്ക് പോയിട്ട് ജോലി, ഇപ്പൊ ഒരു PSC എഴുതിയിട്ട് ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് ഇപ്പൊ 45-50 സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്തിനൊരു കണക്കുണ്ട്.
കൂടുതൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. PSC ഞാൻ കുറ്റം പറ്റില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഞാൻ പറഞ്ഞ ഈ ജോബിൽ സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഒരിക്കൽ PSC എഴുതി കഴിഞ്ഞാൽ ആള് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വെച്ചെങ്കിൽ എന്താണ് ആജീവനാന്തം. പിന്നെ നമ്മളുടെ ലൈഫ് പാർട്ണർ, നമ്മൾ മരിച്ചാലും നമ്മുടെ ലൈഫ് പാർട്ണർ മക്കളൊക്കെ സേഫ് ആണ്. അവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. പക്ഷെ കൂടുതലൊന്നും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങളുടെ ഡ്രീമിനെ ഇംപ്ലിമെന്റ് ചെയ്യാനോ സക്സസിലേക്ക് എത്തിക്കാനോ പറ്റില്ല. അതേ സമയത്ത് ബൈജൂസ് ആപ്പിൽ ബൈജു എഞ്ചിനീയർ ആണെങ്കിലും മാത്സിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തോണ്ട് ബിൽഡ് ചെയ്താൽ ഇന്ന് കമ്പനി പൊട്ടി ചില ഇഷ്യൂസും സാമ്പത്തിക ഇഷ്യൂസുകളൊക്കെ വന്നു. അതിന്റെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ബൈജു എന്നൊരാളെ പറയുമ്പോൾ നിങ്ങൾ അറിയൂലേ? ബൈജൂസ് ആപ്പിലെ ബൈജു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയോ? ഈസ് എ ടീച്ചർ അല്ല, ഒരു എഞ്ചിനീയർ ആണ്. പക്ഷെ ആളെ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്ത്? ടീച്ചിങ്ങിലൂടെ. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്ത് ആളുണ്ടാക്കിയെടുത്തൊരു ഇതുണ്ടായിരുന്നു. വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു ആപ്പും ഇതും ഡെവലപ്പ് ചെയ്തപ്പോൾ ആളുടെ കരിയറും അയാളുടെ ഇൻകം അയാളുടെ സ്ട്രാറ്റജി എല്ലാം മാറിയില്ലേ? പൊസിഷന് മറ്റുള്ളവർ കാണാൻ. അതിന്റെ നെഗറ്റീവ് സൈഡും പിന്നീട് വന്ന ഇഷ്യൂസുകളൊക്കെ അവിടെ മാറ്റി വെക്കുക. അങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ആൾക്കൊരു ഗവൺമെന്റ് ഇതിലോ അല്ലെങ്കിൽ ഒരു ജോലി കരിയർ തിരഞ്ഞെടുക്കുക. എത്രയോ ടീച്ചേഴ്സ് ഇല്ല. നിങ്ങൾ ടീച്ചർ എന്നതിലപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ കരിയറാണ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചുറ്റിനും എപ്പോഴും ആളുകൾ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ഡിമാൻഡ് ആയിരിക്കും. ഇപ്പൊ ബിസോഫ്റ്റിൽ എപ്പോഴും വരുമ്പോൾ ഇത് ബിലേൺ ആണ്. ബിസോഫ്റ്റ് ബാംഗ്ലൂർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ആണ്. അവിടെ വരുന്ന കുട്ടികൾ ചോദിക്കലാണ് ഇന്ന സാറിന്റെ ബാച്ച് എപ്പോഴാണ് ഉണ്ടാവുക, അതിൽ എനിക്ക് അഡ്മിഷൻ വേണമെന്നാ പറയാം. ഒരേ ഉന്നയിച്ച് പോയപ്പോഴല്ല, ഒരേ ഇതിൽ തന്നെ പല ട്രെയിനേഴ്സും ഇല്ലേ അവിടെ. ഒരേ സബ്ജക്റ്റ് എടുക്കാം, ഒരു 8 or 10 അതിൽ കൂടുതലോ ട്രെയിനേഴ്സ് ഉണ്ടാവും. പക്ഷെ അവിടെ ആ ട്രെയിനർമാർ ഇന്നും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് ഡിമാൻഡ് ഉണ്ട്. അവരുടെ കുട്ടികൾ അവർ അത്രയും കെയർ ചെയ്തതുകൊണ്ട് അവർ റെഫറൻസ് വരുന്ന സ്റ്റുഡൻസ് ചോദിക്കുക ഇന്ന ട്രെയിനർ ഉണ്ടോ, ആ ട്രെയിനറുടെ ക്ലാസ് ആണെങ്കിൽ എപ്പോഴാണ്, എനിക്ക് അതിലേക്ക് അഡ്മിഷൻ വേണം. അത് അവിടെ എന്താണ് അവരുടെ കരിയറാണ് ചൂസ് ചെയ്തത്. അവരിനി വേറെ പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാലും ഇതേപോലെ സ്റ്റുഡൻസ് അവർക്ക് ഉണ്ടാകും. ഒരു ഇതുമില്ല. ഏത് കാര്യത്തിലും നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇഷ്ടമല്ല. ഫസ്റ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറവാണെങ്കിലും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് എൻ്റെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട്, നീ എന്തിനാ ഇങ്ങനെ പട്ടിപ്പണി എടുക്കണം, നിനക്ക് വല്ലതും കിട്ടുമെന്ന്. എനിക്ക് കിട്ടുമ്പോൾ ഒന്ന് വാങ്ങിക്കൂടെ, ചോദിച്ചൂടെ, അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യും. പക്ഷെ അന്ന് ഞാൻ ആ ചെയ്തിന്റെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായതൊക്കെ. അന്ന് ഞാൻ അതിന് കണക്ക് പറയാതെ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ റിസൾട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ്. അന്നും ഇന്നും എന്നും നമ്മളോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അതാ, പണികൾ ചെയ്തോളി, ഫല ഞാനാണ് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രതിഫലം നമുക്ക് ഇവിടെ ആവില്ല കിട്ടുക, വേറൊരു സ്ഥലത്ത്. പക്ഷെ അവിടെയാണ് കരിയറിലും ഇമ്പോർട്ടൻസ്. നമ്മളെ വർക്ക് അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, അതിനെ നമ്മൾ കറക്റ്റ് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളെ മുമ്പിൽ ചെയ്യുമ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഇത്ര പേരെടുത്ത് നിനക്കൊരു റിസൾട്ടും ചിലപ്പോൾ ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് എനിക്കത് റിസൾട്ട് ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ എന്റെ ചെയ്യേണ്ട ജോലി ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് സിൻസിയർ ആയിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് വേറെ എവിടെയെങ്കിലും കിട്ടും. ഇതാണ് കരിയർ. നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് നമുക്ക് വേറൊരിടത്ത് പോയി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇവിടെയാണ് കരിയറും. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ ജോബ് അല്ല സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ കരിയർ ആയിരിക്കണം സെലക്ട് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്കത് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ജോലി നമുക്ക് ഈസിയാണ്, റെസ്പോൺസിബിലിറ്റി കുറവാണ് ജോബില്. കരിയറിൽ നല്ല റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് അപ്പ് ഉണ്ടാവുന്ന റിസൾട്ടിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും റിസൾട്ട് ആ സമയത്ത്. ആഫ്റ്റർ ഓൾ അത് പിന്നീട് അതിന്റെ റിസൾട്ട് കിട്ടും. ഇവിടെ പറഞ്ഞ ഇത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഇവിടെ ആൾ ഇത്ര 780ഓളത്തിലേറെ സ്റ്റേജുകൾ പെർഫോമൻസ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോ ആള് വണ്ടി പൈസയും കൊടുത്ത് ബസ്സിൽ അന്ന് പോയി ഇത് പറയാം, അല്ലെങ്കിൽ സ്കൂട്ടിയും കൊണ്ട് പോയി അത്രയും ബുദ്ധിമുട്ടി ആളത് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആരും ഒന്നും മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആഫ്റ്റർ ഓൾ ഇന്ന് ആള് ഡിമാൻഡ് ചെയ്യണം, എനിക്ക് ഇന്ന സൗകര്യം വേണം, ഇന്നത് വേണം, ഇങ്ങനെ വേണം, എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറയുമ്പോൾ
അത് പേ ചെയ്യാൻ ആര് തയ്യാറാണ്? എന്നാലും ആളുടെ ഡേറ്റ് ഇല്ല ചോദിച്ചാല്, ഡേറ്റ് കിട്ടാൻ പ്രയാസം. അത്രയും ആള് തിരക്ക് പിടിച്ച് ഓടാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആളുകൾ നിങ്ങൾ എന്ത് കോഴ്സ് എടുത്തു എന്നല്ല, ഏത് ജോലിയിൽ കയറി എന്നതല്ല, നിങ്ങൾക്ക് അവിടെ കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കുന്നത്. അത് വെറും മണി പർപ്പസ് മാത്രമാവരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കോർ വാല്യൂ ഉണ്ടാവും. ചിലപ്പോൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിൽക്കണം എന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വേറെയും കുറെ കൺസേൺസ് ഉണ്ടാകുമ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ. നിങ്ങൾ ഓരോരുത്തരുടെ ഇതായിട്ടും അതൊരു ഇതുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കരിയർ ചൂസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യണം. ചില ആളുകൾ എന്നോടത്ത് ഒരിക്കലൊരു ബാലവാടി അല്ല, അംഗനവാടി, അവിടെ ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ ഒരു ദിവസം വന്നപ്പോ കാലിന് മുട്ടിന് വേദന. നമ്മളോട് എന്താ ഡോക്ടേഴ്സ് ഒക്കെ പറയാം, എപ്പോഴും എക്സസൈസ് ചെയ്യണതും നടത്തും അല്ലെ. മോർണിംഗിൽ നീറ്റ് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, അത്രയും നടത്തക്കാരാവും രണ്ട് സൈഡിലും പുലർച്ചയ്ക്ക് ഇറങ്ങുമ്പോ നടത്ത പറയാം. ആ ടീച്ചർ എന്നോട് പറയാറുണ്ട്, എനിക്ക് 2 കിലോമീറ്ററോ 2.5 കിലോമീറ്റർ അവരെ വീടും ഈ അംഗനവാടി തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. രാവിലെ എത്ര കാലമായി ഞാൻ എപ്പോഴും സങ്കടത്തോടെ എന്നോട് പറഞ്ഞ, എത്ര കാലമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എന്റെ മുട്ടൊക്കെ തേഞ്ഞ് നടന്ന് തേഞ്ഞിട്ട് മുട്ട് വേദനയാണ്. മറ്റുള്ളവരെന്താ പറയാ? ആ ആൾക്കതിന് രണ്ട് രീതിയിൽ കാണാം. നെഗറ്റീവായിട്ട് പറഞ്ഞ പോലെ കുറെ കാലം ഞാൻ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം നടക്കണോതിന്റെ എനിക്ക് എന്റെ മുട്ടിന് സ്ട്രെയിൻ ആണ്, കാലിന് സ്ട്രെയിൻ ആണ്, എന്റെ മുട്ട് തേയും, ഇങ്ങനെയുള്ളതൊരു സങ്കടത്തോട് കൂടിയിട്ട് അതിനിരിക്കാം. തിരിച്ച് ചിന്തിച്ചൂടെ? ഈ മോർണിംഗിൽ രാവിലെ അങ്ങോട്ടൊരു നടത്തം, വൈകുന്നേരം ഇങ്ങോട്ടൊരു, അതിനെ ഹെൽത്തി ആക്കുമെന്ന് ആലോചിച്ചൂടെ? എപ്പോഴും നമ്മുടെ മുമ്പിൽ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതില് ഒന്ന് പോസിറ്റീവ് ആയിരിക്കാം, ഒന്ന് നെഗറ്റീവ് ആയിരിക്കാം. അതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് ആരാ? അതെവിടെ ചൂസ് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ചൂസ് ചെയ്യണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചൂസ് ചെയ്യണം. എല്ലാ ഇൻസിഡന്റ്, എന്ത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എന്ത് ഇൻസിഡന്റ് ആണെങ്കിലും അവിടെ 2 എണ്ണം ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവിനെ ഉൾക്കൊണ്ടുണ്ട് വാട്ട് എവർ ഹാപ്പൻ, എന്തൊക്കെ സംഭവിച്ചാലും എന്തുണ്ട് അവിടെ ഒരു സംഭവം ഉണ്ടാവും. ഒരു വണ്ടി ആക്സിഡന്റ് ആയി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു വണ്ടി ആക്സിഡന്റ് ആയി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞേ. കുറച്ച് ആൾക്കാരെ കൂടിക്കൂടും, എന്നിട്ടോ എങ്ങനെ ഒരു വിധഭാഗം ആൾക്കാർ ആംബുലൻസിനെ വിളിക്കും, പിന്നെ വീഡിയോ എടുക്കുന്നവരുണ്ടാവും, പിന്നെ ശബ്ദം, എന്ത് ശബ്ദങ്ങള്? ഈ അങ്ങോട്ട് വന്നു, അപ്പൊ മറ്റങ്ങോട്ട് വന്നു, ഈ അത് നോക്കേണ്ടതല്ലായിരുന്നു, ഈ ഇങ്ങനെ ആക്കല്ലേ, ഞാൻ ഇപ്പഴുന്ന് തിരിഞ്ഞു അപ്പുറത്ത് നിർത്തുണ്ടാവാറുണ്ടോ? ഒരൊറ്റ സംഭവമല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. എത്ര ഓരോ ആളുകളും അതിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്ത്? ചില ആളുകൾ ഫസ്റ്റ് ആവാൻ പറഞ്ഞ പോലെ അതിനെ ആംബുലൻസ് വിളിക്കുക, അവര് പ്രാക്ടിക്കൽ ആയിട്ട് അതിനെ നെക്സ്റ്റ് സംഭവിച്ചു, ഇനി അതിനെ നമുക്ക് തിരുത്താൻ പറ്റുമോ? ആ വണ്ടി വീണ്ടും പോയിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ഇതിനെ ഒഴിവാക്കി പോകാൻ പറ്റുമോ? അവിടെ ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റ് സംഭവിച്ച പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണോ? ഇതൊക്കെ നോക്കണ അതിലെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം, അതല്ലേ പിന്നെ റിസൾട്ട് ഉള്ളൂ. അപ്പൊ അവിടെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ആംബുലൻസ് വിളിക്കും, അല്ലെങ്കിൽ പോണ വണ്ടി കൈ അണിച്ചിട്ട് നിർത്തിയിട്ട് അതിലെ ഹോസ്പിറ്റലിൽ കയറ്റി വിടും. ഒരു വിഭാഗം ആൾക്കാർ അവിടെ നിന്നിട്ട് തല്ലൂടാൻ നിൽക്കും. അപ്പൊ ശരി, അപ്പൊ അവിടുന്ന് വന്നതുകൊണ്ടല്ല, അപ്പൊ ഇപ്പുറത്തുനിന്ന് ആൾക്കാർ മറ്റോ ഇങ്ങനെയായിരുന്നു, ഇങ്ങോട്ട് കയറി വന്നതാണ്, ഇല്ലേ? അവരൊക്കെ അതിനെ അനലൈസ് അവിടെ ആ ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടോ? കഴിഞ്ഞു പോയൊരു സംഭവത്തില് എന്തെങ്കിലും പറഞ്ഞ വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിന്റെ വഴിക്ക് വിടുക. അപ്പൊ ഏത് കാര്യം നിങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോഴും ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിന് പോസിറ്റീവ് ആയിരിക്കണം. ഇനി കഴിഞ്ഞതിനെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതില് ഒരു കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടി, ചിലപ്പോ ഉമ്മമാരൊക്കെ നല്ല ചീത്ത പറയില്ലേ? പുതിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പറയില്ലേ? പറയാറുണ്ടോ? ഉമ്മാനോട് ചോദിക്കും, ഉമ്മ അത് പൊട്ടി, നിങ്ങൾ ചീത്ത പറഞ്ഞു, ചീത്തയൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും ഉമ്മാനോട്. നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇത്രയ്ക്ക് ചീത്ത പറഞ്ഞ ഗ്ലാസ് പഴയ പോലെ ആയോ മോശാൽ മതി, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തതൊക്കെ ഇപ്പൊ എനർജി വെറുതെ വേസ്റ്റ് ആയില്ലേന്ന് പറഞ്ഞു നോക്കണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മളോട് പറഞ്ഞിട്ട് ഒരു മരിച്ചവരിത് കേട്ടുമ്പോ നമ്മൾ എന്താ ചെല്ലുക? പ്രാർത്ഥിക്കാനല്ലേ? ഇന്നലായി രാജു.
അത് മരിക്കും, ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രം ചെല്ലാനുള്ളതാണോ? പിന്നെ എപ്പോഴൊക്കെ നമ്മളെ ഒരു ക്ലാസ് പൊട്ടിയാൽ ഞമ്മക്കത് ചെല്ലാം. അതിന്റെ ഒപ്പം അതിന് അൽഹംദുലില്ലാ എന്നും പറയണം. അപ്പൊ എന്താ അവിടെ പഠിപ്പിക്കണത്? ഏത് നഷ്ടം എന്താണെങ്കിലും അതില് നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം, യൂണിവേഴ്സ് ഒക്കെ പറഞ്ഞ ഒരു ഇത് തന്നു, അത് അതിലേക്ക് തിരിച്ചു പോയി. ഇനി പുതിയതൊന്നും അവിടെ വരണം, വേണ്ടേ? അതിനാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ആ ഗ്ലാസ് പൊട്ടി പുതിയത് നമ്മൾ എടുക്കും. ചിലപ്പോ നല്ല അതിലും നല്ല ഗ്ലാസ് ഷെൽഫിൽ ഇരിക്കുന്നുണ്ടാവും. ഇത് പൊട്ടിയാലാവും ചിലപ്പോ അത് എടുക്കുള്ളൂ. അങ്ങനെ ആലോചിച്ചു. അല്ലെങ്കിൽ അത് പൊട്ടി കഴിഞ്ഞാലും പുതിയതൊരെണ്ണം വാങ്ങാം. അപ്പൊ എന്താ, നല്ലത് വരാൻ വേണ്ടിട്ട് ഒരു കാലത്ത് അതിനെ അവിടെ ഒഴിവാക്കേണ്ടതാണ്. ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ മുമ്പിൽ വരുന്ന ഇതേപോലെ ക്ലാസ് പൊട്ടുന്ന പോലെ പല പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഒരിക്കൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനികളിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു. ഇതേപോലെ ഇവരും തലക്ക് കൈവച്ചിരുന്നിട്ടുണ്ടാകും. 3 മാസം കൊണ്ട് കമ്പനിയിൽ നിന്ന് ഇറങ്ങണം പറഞ്ഞ് ചിലപ്പോൾ അവർ ആ സാലറിയും കൊടുത്തിട്ടാണ് അവർ വിടുക. ആ 3 മാസം കഴിഞ്ഞാൽ ഇനി എന്ത് പറഞ്ഞുകൊണ്ട് അതിന് ടെൻഷൻ അടിച്ചിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നെക്സ്റ്റ് ജോബ് നോക്കാനുള്ള ഒരു ഇതും കൂടെ എന്തായി പോകും, ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാതെ പോകും. ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഒന്നും നോക്കാതെ ഒരു മൂലയിൽ ഇരുന്നാല് അപ്പൊ അത് നഷ്ടപ്പെടാൻ ചിലപ്പോൾ ഞാൻ നേരത്തെ അതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് നമ്മൾ ജോലി റിസൈൻ ചെയ്യാൻ പറയാറുണ്ട്. ഇത്രയും എക്സ്പീരിയൻസിനെ വെച്ചിട്ട് ഡബിൾ ആക്കിയിട്ട് സാലറി കിട്ടുന്ന പുതിയ കമ്പനികൾ ഉണ്ടാവും. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമ്പോ അയാൾ എന്റെ ജോലി പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നാണ്ട് എല്ലാവരോടും അതിനെക്കുറിച്ച് വിളിച്ച് ഫോൺ ചെയ്തും പറഞ്ഞിരുന്നാലേ അയാൾക്ക് പുതിയ ജോലി കിട്ടുമോ? പുതിയ CV ഉണ്ടാക്കി പുതിയ കമ്പനികൾ കണ്ടെത്തി വേഗം കൊടുത്താൽ മേ ബി ഇവിടുന്ന് അയാൾക്ക് 10,000 രൂപ കിട്ടിയിരുന്നു വെച്ചെങ്കിൽ അപ്പുറത്തെ അയാൾക്ക് 20,000 രൂപ കിട്ടും. എന്തൊക്കെ സംഭവിച്ചാലും ലൈഫില് അതില് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, സംഭവിച്ചത് സംഭവിച്ചു, പാസ്റ്റ് ഈസ് പാസ്റ്റ് തന്നെ എഴുതി വെക്കുക. എന്നിട്ട് പുതിയതിലേക്ക് നോക്കുക. കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ അതാണ്. എന്താണ് ഇനി കരിയറിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത്? ഇപ്പൊ കരിയറും ജോബും എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലായോ? അതിനെ ഡിപ്പെൻഡ് ചെയ്യണ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ജോബ് തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതോടൊപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ജോബിന്റെ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അതും കൂടി നിങ്ങളെ പഠനത്തിന് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കത് എവിടെ ജോലി കിട്ടുന്നില്ലെന്ന് നോക്കണം. ചിലത് നമ്മുടെ തെറ്റിദ്ധാരണകളായിരിക്കാം. അതിനെ നിങ്ങൾ കറക്റ്റ് ഗൈഡ് ചെയ്ത് പോണം. നിങ്ങളെ ഒരു വെള്ളത്തിൽ ഇറങ്ങി നീന്തം പഠിച്ച ഒരാളോടാണ് നീന്തലിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. നീന്തൽ അറിയാതെ കറക്കിരിക്കണ ഒരാളോട് നീന്തുമ്പോ എന്തേക്കാരം സ്ഥിതി പറഞ്ഞാൽ കുറെ നെഗറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അത് കേട്ട് നിൽക്കരുത്. പണി എടുക്കണവനോട് ചോദിക്കണം എന്താണ് ആ പണിന്റെ ആഫ്റ്റർ ആളിന്. അത് നോക്കുമ്പോ വേറൊരു കാര്യം കൂടെ, അയാളെ പാഷനോട് കൂടിയാണ് ചെയ്യണത്, മടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞ അംഗനവാടിയിലെ ടീച്ചർ ഉണ്ടല്ലോ നടത്തുന്നതിന്, അവരെപ്പോലെ അവർക്ക് ആ ജോലി ഇഷ്ടമല്ല, അവർക്ക് പൈസ വേണം, ജോലി ഇഷ്ടമല്ല, നിവൃത്തികേടുകൊണ്ട് അവർ പോവുക. അതുകൊണ്ടാണ് അവർക്ക് കാലുവേദനയും കാലിന്റെ വേദനയും ഇതൊക്കെ തോന്നുന്നത്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് വേണം നിങ്ങൾ ജോലി, അവർ ചെയ്യണ ജോലി എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്തത്. നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പുറകിൽ പലതും മിസ്ലീഡ് ചെയ്യും. അതൊന്നും നിങ്ങൾ കുറെ പരസ്യങ്ങൾ ഉണ്ടാവും, കുറെ ChatGPT ചോദിച്ചാൽ അതും നിങ്ങൾ മിസ്ലീഡ് ചെയ്യും. അവിടെയാണ് ഞാൻ പറഞ്ഞ അവർ ചെയ്യണ ജോലി എവിടെയാണ്, എന്താണ്, അതിൽ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ അത്രയും നിങ്ങളോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തരാൻ പറ്റുന്ന ആളുകളോട് ചോദിക്കുക, ഒന്നിനും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ആളുകളോട്. ഇപ്പൊ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ കുറെ റീൽസ് കാണുന്നുണ്ടാവും അല്ലെ, ഓരോ കോഴ്സിനെ പറ്റി ഓരോന്ന് ഒറ്റക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തരാമെന്ന്. അവൾക്കൊന്നും അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളോട് ആവരുത് ചോദിക്കുന്നത്, അറിയണവരോട് ചോദിക്കുക. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യാറില്ല, ഇപ്പൊ പിന്നെ ഏവിയേഷന്റെ കോഴ്സിന് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തില്ല. ഏവിയേഷന്റെ കോഴ്സിന് പോകുമ്പോൾ എന്തായാലും ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. അതിന് റെഡി ആവുന്ന ആളുകളെ അതിന് അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് ഇതുപോലെ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ അതിന് പോയിട്ട് കാര്യമുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഇത്ര എമൗണ്ട് പേ ചെയ്തൊരു ജോലിക്ക് കയറുന്ന സമയത്ത് എനിക്കതൊന്നും പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിച്ച സമയം, നിങ്ങളുടെ പൈസയും, നിങ്ങളുടെ എനർജിയും അത്രയും വേസ്റ്റ് ആണ് അല്ലേ?
അപ്പൊ നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, കരിയർ മീൻസ് നിങ്ങൾ കോഴ്സിന് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ജോലികൾ ഗവൺമെന്റ് ജോലികൾ മാത്രം കിട്ടുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളതുണ്ട്. അതിൽ എത്ര പേര് PSC എഴുതുമ്പോഴാണ് എത്ര ആൾക്കാർ കിട്ടുക എന്നൊന്ന് നോക്കിയാൽ മതി. മനസ്സിലായോ? ചില ജോലികൾ, ചിലത് നമ്മൾ പഠിച്ചെടുക്കുന്ന കോഴ്സ് നമുക്ക് പുറത്ത് ജോലി ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയും ചെയ്യാം. അപ്പൊ അവള് പറഞ്ഞു PSC ചെയ്ത് TTC ബി എഡ് കഴിഞ്ഞ് PSC ചെയ്ത് ടീച്ചർ ആവണം. അവൾക്ക് PSC എഴുതിയില്ലെങ്കിലും സ്വന്തമായിട്ട് സ്കൂള് തുടങ്ങാം, സ്വന്തമായിട്ട് ട്യൂഷന് തുടങ്ങാം, അവർക്ക് ആ കരിയറിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ചില കോഴ്സുകൾ അങ്ങനെയാണ്. ചില കോഴ്സ് ഗവൺമെന്റ് ഇതിൽ മാത്രം കിട്ടുന്നതുണ്ട്, അവിടെ മാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതിലേക്ക് നോക്കുമ്പം എത്ര പേര് എനിക്ക് അതിനു വേണ്ടി കോമ്പറ്റിങ് ചെയ്യാനുണ്ട്. നിങ്ങളൊരു ബാച്ച് ഇരിക്കുമ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ടാകും ഒരു 20 കുട്ടികളെങ്കിലും മിനിമം ഒരു ബാച്ചിൽ. ഈ 20ൽ 19 കുട്ടികളോട് നിങ്ങൾക്ക് കോമ്പറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഗവൺമെന്റിൽ മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇപ്പോൾ കിട്ടുന്ന ജോലി. അപ്പൊ ഇവിടെയുള്ള മിക്ക ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഏവിയേഷൻ പ്ലേസ്മെന്റ് പറയണമെങ്കിൽ അവര് എയർപോർട്ടിന്റെ ഉള്ളിലെ ഷോപ്പിലെ സെയിൽസ് ഗേളും സെയിൽസ്മാനൊക്കെ ആയിട്ടാണ് കൊണ്ടു നിർത്തുന്നത്. പറയുമ്പോ എന്താ എയർപോർട്ടിൽ ജോലി, ഞങ്ങൾ ജോലി കൊടുക്കും. അവർ പഠിച്ചതും ഇതും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട്. ഞാൻ ഇവിടെ ഒരു MBA കോളേജ് ഉണ്ട്, അവരുടെ ക്യാപ്ഷൻ തന്നെ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. നിങ്ങളെ പ്ലേസ്മെന്റ് 100% ഗ്യാരണ്ടി പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾ ആ കോഴ്സ് എടുക്കരുത്. കാരണം ഒരാൾക്കും 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയൂല. ഒരിക്കലും കഴിയില്ല. നിങ്ങൾ ഏത് പ്രൈവറ്റ് സെക്ടറിലാവട്ടെ ഇതിലാവണമെങ്കിൽ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് പർപ്പസ്ഫുള്ളി എന്താണോ വേണ്ടത് അത് നിങ്ങളെടുത്തുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഞങ്ങൾക്ക് തരുന്നതിന് ഞങ്ങളെന്ന് പറയുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനും നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് തരുന്നതിന് ലിമിറ്റ് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ ഉമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് ഏറി വന്ന വായിലേക്ക് വാരി ഇവിടെ കൊണ്ടു തരാനേ പറ്റുള്ളൂ, അല്ലെ? ഇവിടുന്ന് നിങ്ങൾ വായ തുറന്നാൽ മാത്രമേ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ CV പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് അതിന് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും മാക്സിമം. ഇന്ന സ്ഥലത്ത് ഓപ്പണിംഗ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ CV അയച്ചോളൂ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് ഇന്ന ടൈമിൽ പോയിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു തരാനേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടർക്ക് നിങ്ങൾക്ക് കഴിയുള്ളൂ. അവിടെ പോകേണ്ടത് നിങ്ങളാണ്. അവർ കോൾ ചെയ്യുമ്പോൾ ആ കോൾ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ അതിനെ അല്ലാതെ 100% ഇതൊന്നും ചെയ്യാതെ നിങ്ങളോട് 100% ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവർക്ക് അതിന് ചെയ്ത് തരുന്നതിന് പരിമിതി ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പേരിന് കൊണ്ടുപോയി നിങ്ങളെ ഇരുത്തും. ഞാൻ ഇതിന്റെ മുമ്പ് ഇതേപോലെ ഞാനൊരു ആഡ് കണ്ടപ്പോൾ അവരായിട്ട് ഞാൻ സംസാരിച്ചു. MBA ആണ് അവർ കൊടുക്കുന്നത്. അവരുടെ ഫീസ് 5 ലക്ഷം 6 ലക്ഷം അങ്ങാണ്ടാണ് ഫീസ്. അപ്പൊ അവർ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, ഞാൻ സംസാരിച്ചു, അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ MBA ആണ്, ഇത്രയാണ് ഫീസ്. ഞങ്ങളല്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പുറത്തൊക്കെയാണോ കൊടുക്കുന്നത്? കാരണം ഈ മഞ്ചേരിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഇതില് നല്ല ഞങ്ങൾ ഇവിടെ ലൊക്കാലിറ്റികളിലാണ് നമ്മൾ കൊടുക്കുന്നത്, പുറത്തേക്കൊന്നും നമ്മളെ പിള്ളേരൊക്കെ വിടാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അടുത്തത്. അപ്പൊ എനിക്ക് വീണ്ടും ഇതായി, കാരണം ഞാനും ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനത്തെ MBA കഴിഞ്ഞ കുട്ടിയെ എങ്ങനെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്, അവരുടെ സാലറി പാക്കേജ് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞ ആൻസർ 12,000 തൊട്ടുള്ള സാലറി പാക്കേജ്. MBA 4 ലക്ഷം 5 ലക്ഷം കൊടുത്ത് പഠിക്കണ കുട്ടിക്ക് കിട്ടുന്ന സാലറി മന്ത്ലി പാക്കേജ് 12 തൊട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കണ, ഏതൊക്കെ ഇതിലാണ് നിങ്ങൾ അവരെ പ്ലേസ് ചെയ്യാറ്? പല സ്ഥലത്തും ഞങ്ങൾ ചെയ്യേണ്ടത്, ചില സ്ഥലത്ത് മാനേജറായിട്ടാവും, ചില സ്ഥലത്ത് സെയിൽസ്മാൻ ആയിട്ടായിരിക്കും. ഈ സെയിൽസ്മാൻ ഇതാവണം ഈ 5 ലക്ഷം 6 ലക്ഷം കൊടുത്ത് MBA കഴിയണോ? 10ാം ക്ലാസ്സും കുസ്തി ഉള്ളവനും പോയിട്ട് സെയിൽസിൽ വേക്കൻസി കിട്ടുവാനും പറയാനും പ്രസന്റ് ചെയ്യാനും പറ്റിയല്ല, ഇല്ലേ? അവരുടെ ആ പൈസ, അവരുടെ ആ ടൈം, അവരെന്തിനാ അത്രയും ഇതായത്? അപ്പൊ നിങ്ങൾ പ്ലേസ്മെന്റ് 100% ഗ്യാരണ്ടി പറഞ്ഞു, അതില് അവർ പ്ലേസ് ചെയ്യണത് ഏതാ നോക്കുക, നിങ്ങളുടെ ഒരു ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതും കൂടെ നോക്കിയിട്ട് വേണം അത് ചൂസ് ചെയ്യാൻ. ഇതൊന്നല്ല അവർക്ക് ഇനിയിപ്പോ എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ MBA എടുക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, ഞാൻ MBA എടുക്കുകയാണെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് ഞാൻ MBA എടുത്തു. എനിക്ക് അവരോട് ഞാൻ ചോദിക്കുമ്പോ ഇവരെനിക്ക് ഇത്ര തരണുള്ളൂ, ഒരു 12,000, എനിക്കത് മതിയെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല, ഇനിയിപ്പോ എനിക്ക് അതും കിട്ടിയില്ല,
വാട്ട് നെക്സ്റ്റ്, എനിക്ക് എന്ത് നെക്സ്റ്റ് ചെയ്യാൻ പറ്റണം? അവിടെ ഞാൻ അത്രയും സമയം ചെലവഴിച്ചില്ലേ. MBA കഴിയണമെങ്കിൽ എന്ത് വേണം? ഡിഗ്രി കഴിഞ്ഞ് 15-17 വർഷത്തെ എഡ്യൂക്കേഷൻ വേണം. ഞങ്ങൾ 17 വർഷമാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണത്. ഞാൻ അവിടെ മൈസൂരിലെ അവിടെ പറഞ്ഞ നമ്മള് 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി +2 ഡിഗ്രിയും കഴിഞ്ഞ് 2 വർഷം MBA കഴിയുമ്പോഴേക്ക് എന്തായി? 17 വർഷത്തേത്. ഇപ്പൊ ഡിഗ്രി 4 വർഷമാക്കി. അപ്പൊ അതിലും കൂടി. എന്നിട്ടും അതിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടേക്കാണ് പോണത്? ഈ 12,000 രൂപക്ക് സെയിൽസ്മാൻ ആവാനോ? അതേ സെയിം ഫീൽഡ് 10ാം ക്ലാസ് കഴിഞ്ഞവന് 20-25,000 രൂപ വാങ്ങുന്നുണ്ട്, അതിലും കൂടുതൽ വാങ്ങുന്നുണ്ട്, അതേ സെയിം ഡീല്. എന്നിട്ട് അവര് പറയുന്നതാണ്, നിങ്ങളെ ഫോക്കസ് മാളിലും ഹൈലൈറ്റ് മാളിലൊക്കെ പോവാറില്ലേ? നിങ്ങൾ അവിടെ കൗണ്ടറിൽ ചെറിയ കൗണ്ടറുകൾ ഉണ്ടാവും. ആ പിള്ളേരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കണ്ടേ. ഒക്കെ ഇതേപോലെ MBA പഠിക്കണോരോ MBA കഴിഞ്ഞവരോ ഒക്കെയാണ്. ഇവർക്ക് 7,000-8,000 രൂപക്കാണ് അവർ അവിടെ നിൽക്കുന്നത്. പാർട്ട് ടൈം ആണ് അവര്. ചിലപ്പോ 11 മണി മുതൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുതൽ രാത്രി വരെ അവർ പോണുള്ളൂ. അവർക്ക് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നെങ്കിൽ അവർ പഠിച്ചത് എന്തിനെ അവർക്ക് എന്നാ ഇതേ MBA എടുത്തിട്ട് 4 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം പെർ മന്ത് സാലറി വാങ്ങണോലും ഉണ്ട്. അപ്പൊ എന്താ അവിടെ ഡിഫറൻസ്? MBA കഴിഞ്ഞൊരു സർവേയിൽ ഉണ്ടായിരുന്നു. MBA കഴിഞ്ഞതിൽ പിന്നെ അറൌണ്ട് 40% ആൾക്കാരെ പ്ലേസ് ചെയ്യണുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ജോലി ഇല്ലാതെ നടക്കുകയാണ്. ഇതേപോലെ BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ജോലി ഇല്ലാതെ നടക്കുന്ന എത്ര പെർസെന്റേജ്? 35% ആളുകളെ BTech കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ സർവേയിൽ വരുന്നത് 35% ആളുകൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവര് ഒന്നുമില്ലാതെ നടക്കുക. എന്താ അവിടെ ഡിഫറൻസ് വന്ന്? എന്തെങ്കിലും ആ 35% ആൾക്ക് എന്തെങ്കിലും ഒരു സംതിങ് ഉണ്ടാവുമല്ലോ അല്ലെ? അതുകൊണ്ടല്ലേ അവർ പ്ലേസ് ആയത്, ആണോ? അതേപോലെ MBA കഴിഞ്ഞില്ലേ ഒരു 5% പേരിൽ 10 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം പെർ മന്ത് സാലറി വാങ്ങണവരും ഈ 12,000 രൂപ കൊടുത്ത് വാങ്ങി ഇവിടെ സെയിൽസ്മാൻ ആവണേലും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഉറപ്പല്ല ഡിഫറൻസ് ഉണ്ടാവുന്നത്. മറ്റേ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവരെന്താ ചെയ്ത് അവരുടെ കരിയറിനെ ബിൽഡ് ചെയ്യാനാ നോക്കിയത്, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാനല്ല നോക്കിയത്. ആ പഠിച്ച സാധനത്തെ എനിക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒരു MBA തുടങ്ങിയ ഒരാൾ MBA മര്യാദയ്ക്ക് പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് തുടങ്ങാം, സെയിൽസ് തുടങ്ങാം, ഫിനാൻസ് തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാം. MBA അതിന് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് കൂടെ ഉണ്ടാവും. അങ്ങനെയും കൂടെ നിങ്ങളൊരു ഇത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴും നോക്കേണ്ടത് നമ്മൾക്ക് ഒറ്റയ്ക്ക് ആരും എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എവിടെയും അത് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇന്നത് പഠിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെയാണ് സ്കിൽ ഡെവലപ്മെന്റിന്റെ സ്കിൽ ബേസ്ഡ് കോഴ്സുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ജോലി ഡിഗ്രി കഴിഞ്ഞവർക്കും ഒന്നും ഒരു ജോലി കിട്ടാതെ ഈ പറഞ്ഞ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 3 ഇയർ ഉണ്ടായിരുന്ന ഡിഗ്രി 4 ഇയറിലാക്കിയത്. ഒരു വർഷം ഓപ്ഷണലാണ്, അവിടെ അവർക്ക് പഠിക്കാനുള്ള ഇതുപോലെയുള്ള സ്കില്ലായിട്ടുള്ള കോഴ്സുകൾ മാത്രമാണ് 4 ഇയർ ഡിഗ്രി. കാരണം ഈ എംപ്ലോയ്മെന്റ് നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവര് വേണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മളത്. പകരം എന്തായിരിക്കണം? ആരും ഇല്ലെങ്കിൽ നമുക്കതിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മളുടെ സമയത്തെ എങ്ങനെ നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റണം എന്ന് അറിയണം. അത് മണി മോണിറ്ററിങ് മാത്രമല്ല ഞാൻ പറയുന്നത്, പൈസ കിട്ടുന്ന കാര്യം സാലറി ഇതൊന്നും അല്ല. നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ്, സൊസൈറ്റി, എല്ലാത്തിലും ഉപരി നമ്മൾ ഹാപ്പി ആണോ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ പറ്റണോ എന്നുള്ളതിലും കൂടെ നിങ്ങൾ അപ്പൊ അത്തരം കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്താണ് കരിയർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലായോ? കരിയർ എന്താണെന്ന്, ജോബ് എന്താണെന്ന് മനസ്സിലായോ? ഏത് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന് പാലിക്കേണ്ട മിനിമം ചില ഇത് മനസ്സിലായോ? എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്ന്? ഓക്കെ ആണോ? ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണോ? നിങ്ങൾ കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, MI ടെസ്റ്റ് എന്നൊക്കെ. ഇതിലൊക്കെ കുറെ കാര്യങ്ങളോട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തുള്ള ഒരാൾ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ സാറന്മാര് പറയും, പലരും നിങ്ങളോട് പല സജഷൻസും തരും. നിങ്ങൾ അത് അവരുടെ പെർസ്പെക്റ്റീവാ.
അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അവർ പറയും. ഈവൻ യുവർ പാരന്റ്സ് അവര് പറഞ്ഞ നിങ്ങളുടെ ചോയ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്കത് ആപ്റ്റ് ആണോ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മുമ്പിൽ ആരോ പറഞ്ഞ കുറെ ഇത് കുറഞ്ഞോ, കുറെ കോഴ്സ് കുറെ ഇതുണ്ട് കരിയറിൽ, അതാരോ പറഞ്ഞ ഏതാ തീരുമാനമായില്ലാന്ന്? നീയില്ലേ? ഏതാ തീരുമാനമാണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് ഏതാണോ ആപ്റ്റ് എന്നുള്ളത് നമ്മൾ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് ഇപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിനെ എടുത്തിടുക. അപ്പൊ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ 2 കോഴ്സാണ് ഇത് വരുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ആ 2 കോഴ്സും എഴുതാം ഒരു പേപ്പറിൽ. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ കരിയറും ജോബും എഴുതിയ പോലെ എഴുതാം. എന്നിട്ട് ഒന്നിന്റെ താഴെ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ എന്തൊക്കെയാണ് എന്റെ ഇഷ്ടങ്ങളും എന്റെ ആഗ്രഹങ്ങൾക്കും ആപ്റ്റ് ആണോ, അതിൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാല് അതിന്റെ നെഗറ്റീവ്, എല്ലാത്തിനും 2 വശമുണ്ട്. ഞാൻ ഈ പറഞ്ഞ MBA ആണെങ്കിലും സ്കിൽ ബേസ്ഡ് കോഴ്സ് ആണെങ്കിലും സെൽഫ് ആയിട്ടുള്ളതാണെങ്കിലും കരിയർ ആണെങ്കിലും ഒക്കത്തിലും എന്തുണ്ട്? 2 ചോയ്സ് ഉണ്ട്. ഗുണമുണ്ട്, ദോഷമുണ്ട്. ഒരു ഭാഗത്ത് ഗുണങ്ങൾ എഴുതുക, നിങ്ങൾ കാണുക. ഒരു ഭാഗത്ത് അതിന്റെ നിങ്ങൾക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അത് എഴുതുക. അവിടെ കമ്പയർ ചെയ്യുക, ഇതാണോ. അതേപോലെ 2 കോഴ്സ് ആണെങ്കിൽ 2 or 3 കോഴ്സിനെ കുറിച്ച് എഴുതുക. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക, ഇതിൽ ഏതാണ് എനിക്ക് ആപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും. അല്ലാതെ നിങ്ങൾ പോയിട്ട് കുറെ ടെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഇവരെടുത്തിട്ട് പോയിട്ട് പറഞ്ഞു തരാനൊന്നും നിങ്ങൾക്ക് അത് അവർക്ക് കാണുന്നതല്ല. ഞാൻ കാണുന്ന കുറച്ച് കോഴ്സുകളുണ്ടാവും, അത് എന്റെ മാത്രം ഇതാ. ഞാനൊരു പൊട്ടങ്കട്ടിലെ തവളയാണെങ്കിൽ എന്റെ അറിവ് അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ ചിലർ ടീച്ചിങ് ആണ് ഏറ്റവും നല്ലത്, അവർ മിക്കവാറും ടീച്ചേഴ്സേ കാരണം. ചിലർ ഗവൺമെന്റ് എംപ്ലോയീസ് കല്യാണം കഴിക്കുമ്പോൾ ചില പറയാറുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരെ കല്യാണം കഴിക്കുള്ളൂ, അല്ലാത്തവരെ കല്യാണം കഴിക്കൂലാണ്. അവരവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ് നോക്കുന്നത്. അവരെ കൊണ്ട് ചോദിച്ചാൽ അവർക്ക് അതേ പറയാനുണ്ടാവുള്ളൂ, അതിന്റെ കുറെ ഗുണങ്ങള്. ഇപ്പുറത്ത് ഇരുന്നിട്ട് ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചിട്ട് പറയും അതിൽ എംപ്ലോയ്മെന്റ് വേണ്ടട്ടോ, ഗവൺമെന്റ് ജോലിക്കാർ ഒരു ഇതുണ്ടാവില്ല അറിഞ്ഞിട്ട് കുറെ കുറ്റം അതിന്റെ പറയും. എന്നിട്ട് ഇവിടെ പറയും ഭയങ്കര ബിസിനസിന്റെ സക്സസ്. മറ്റേ ആള് ബിസിനസ്സിൽ ആരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടോ, അതിൽ ആരൊക്കെ പ്രശ്നക്കാരായിട്ടുണ്ട്, ആരൊക്കെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഗവൺമെന്റ് എംപ്ലോയീസ്. മറ്റേ ആൾക്കാർ ഇവരെ മുരടിച്ച ലൈഫും ഇവരുടെ ഡെവലപ്മെന്റ് ഇല്ലാത്തതും അവരുടെ കുറെ കുറ്റങ്ങളും മറ്റേ ആളും വിട്ടത്. ഇതാണ്, അതായത് ഇവിടെ 2 കൂട്ടർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരും വളർന്നു വന്നതും അവർ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിൽ അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ പെർസ്പെക്റ്റീവാണ് അവർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. 2 ശരിയാണ്. അതിൽ നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളുടേത് എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇത് ചോദിക്കണ്ടോ? കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നിങ്ങൾക്ക് ഏത് കരിയറിൽ ഇതാണെങ്കിലും നിങ്ങൾക്കും കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം.